ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമഃ. സൗന്ദര്യലഹരി ദേവിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. നമുക്ക് 49-ാമത്തെ ശ്ലോകം ചൊല്ലാം. വിശാലാ കല്യാണീ സ്ഫുടരുചിരയോധ്യാ കുവലൈഃ കൃപാധാരാധാരാ കിമപി മധുരാ ഭോഗവതികാ അവന്തി ദൃഷ്ടിസ്തേ ബഹുനഗരവിസ്താര വിജയാ ധ്രുവം തത്തത് നാമം വ്യവഹരണയോഗ്യാ വിജയതേ. പദച്ഛേദം ചെയ്യാം. വിശാല കല്യാണി സ്ഫുടരുചിരഃ അയോധ്യാ കുവലൈഃ കൃപാധാരാധാരാ കിമപി മധുരാ ഭോഗവതികാ അവന്തി ദൃഷ്ടിഃ തേ ബഹുനഗരവിസ്താര വിജയാ ധ്രുവം തത് നാമ വ്യവഹരണയോഗ്യാ വിജയതേ. പദാർത്ഥം: വിശാല വിസ്താരമായിട്ടുള്ളതും, കല്യാണി മംഗളകാരിണിയും, സ്ഫുടരുചി തെളിഞ്ഞ കാന്തിയോട് കൂടിയതും, കുവലയൈഹി കരിങ്കൂവളപ്പൂക്കളാൽ, അയോധ്യ യുദ്ധം ചെയ്യപ്പെടാൻ സാധിക്കാത്തതും. നമ്മൾ രാമായണത്തിലൊക്കെ കണ്ടതാണല്ലേ അയോധ്യ, അതായത് യുദ്ധം ചെയ്തിട്ട് ആർക്കും ജയിച്ചിട്ട് പോകാൻ പറ്റില്ല, യുദ്ധമില്ലാത്ത സ്ഥലം എന്നർത്ഥം. സാധിക്കാത്തതും അവയേക്കാൾ ഭംഗിയേറിയതെന്നർത്ഥം. കൃപാധാരാധാര ദയാപ്രവാഹത്തിന് ഉൽപ്പത്തി സ്ഥാനമായും, കിമപി മധുര അവ്യക്ത മധുരമായതും, ആഭോഗവതിക നീളമുള്ളതായും, അവന്തി ഭക്തന്മാരെ രക്ഷിക്കുന്നതായും. ഭഗവതിയുടെ ഓരോ പേരാണ്. ബഹുനഗര വിസ്താര വിജയ ബഹുനഗര വിസ്താര സമഷ്ടിയായി ശോഭിക്കുന്നതുമായ തേ അങ്ങയുടെ, അതായത് നിന്തിരുവടിയുടെ ദൃഷ്ടി, തത് നാമവ്യവഹരണയോഗ്യ അതാത് നഗരങ്ങളുടെയും ദൃഷ്ടിവിശേഷങ്ങളുടെയും നാമങ്ങളാൽ വ്യവഹരിക്കത്തക്കതായി, അതായത് വിവരിക്കത്തക്കതായി, വിജയതേ സർവോത്കർഷേണ വർത്തിക്കുന്നു എന്ന് പറയും. ഇവിടെ 8 നഗരത്തെപ്പറ്റി 8 ദൃഷ്ടികളെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ധ്രുവം നിശ്ചയമായിട്ടെന്ന് പറയുന്നു. അപ്പോൾ ഭഗവതിയുടെ കണ്ണൊക്കെ പറഞ്ഞു. ഇനി കണ്ണിൻ്റെ നോട്ടമാണ് പറയുന്നത് കേട്ടോ. അതാണ് ഇവിടെ 8 നഗരം 8 ദൃഷ്ടി എന്ന് പറയുന്നത്. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ ദൃഷ്ടി വിസ്താരമുള്ളത് കൊണ്ട് വിശാലയായും, ഒരു പേരാണ് ദൃഷ്ടി ദേവിയുടെ ഒരു പേര്, വിശാലയായും മംഗളരൂപമായതിനാൽ കല്യാണിയായും, കരിങ്കൂവളപ്പൂവിന് ഭംഗിയിൽ ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് അയോധ്യയായും, കൃപാപ്രവാഹത്തിന് ആധാരമായതുകൊണ്ട് ധാരയായും, അവാച്യമാധുര്യത്തോടു കൂടിയതിനാൽ മധുരമായും, ദൈർഘ്യമുള്ളതിനാൽ ആഭോഗവതിയായും, ഭക്തരക്ഷ ചെയ്യുന്നതിനാൽ അവന്തിയായും, ബഹുനഗര സമഷ്ടിയായി ബഹുനഗര വിസ്താര വിജയയായും, അതാത് നഗരങ്ങളുടെ പേരുകളെ കൊണ്ട് വ്യവഹരിക്കത്തക്കതായിട്ട് ഭവിക്കുന്നു. നിശ്ചയമായിട്ടും അങ്ങനെ ഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നഗരത്തെപ്പറ്റി പറയാം. ഓരോ ദൃഷ്ടി ഓരോ നഗരത്തെപ്പറ്റിയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് ദേവിയുടെ പേര് പറയാം, ഓരോ ദൃഷ്ടിയുടെ പേര് പറയാം. വിശാല, ഈ ഇങ്ങനെയുള്ള ഓരോ കണ്ണുകൊണ്ട് നോക്കിയാൽ ഓരോ ഫലങ്ങളും ഉണ്ട് കേട്ടോ. വിശാല നമ്മൾ പറഞ്ഞു, കല്യാണി കല്യാണത്തെ, അതായത് മംഗളരൂപിണി എന്നൊക്കെ പറഞ്ഞു. വിശാല
എട്ട് പേരാ പറയുന്നത്. വിശാല, കല്യാണി, അയോധ്യ, ധാര, മധുര, ഭോഗവതി, അവന്തി, വിജയ എന്നീ 8 നാമങ്ങളാകുന്നു ആ പേരുകൾ. അപ്പോൾ അതുകൊണ്ട് സദ്വോത്കർഷേണ വർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഈ 8 വിധ ദൃഷ്ടികൾ ഓരോരോ കാര്യമായിട്ടാണ് പറയുന്നത്. എന്തിനൊക്കെ പറയുന്നു? നമ്മളവിടെ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. കല്യാണി മംഗളത്തെ സ്വരൂപി, മംഗളത്തിരുന്ന്. അയോധ്യ ദൃഷ്ടി വിടർന്ന കൺമണികളോട് കൂടിയതും, അതായത് വിസ്മയത്തെ ദ്യോതിപ്പിക്കുന്നതും. ധാരാദൃഷ്ടി അലസതയോട് കൂടിയതും. വിശാലാദൃഷ്ടി വിജയ വരെ 8 നാമങ്ങളാണ് പറയുന്നത്. വിശാലാദൃഷ്ടി അന്തർവികാസം, ഉള്ളിലെ വികാസത്തോടു കൂടിയതും. കല്യാണി ദൃഷ്ടി വിസ്മയത്തെ ദ്യോതിപ്പിക്കുന്നതും. അയോധ്യ ദൃഷ്ടി വിടർന്ന കൺമണികളോട് കൂടിയതും. ധാരാദൃഷ്ടി അലസതയോട് കൂടിയതും. മധുരാദൃഷ്ടി തിരിഞ്ഞു നോക്കുന്ന ദൃഷ്ടിയോട് കൂടിയതും ആകുന്നു. ഭോഗവതി സ്നേഹമിശ്രമായ ദൃഷ്ടിയാകുന്നു. മുക്തയായ ദൃഷ്ടിക്ക് അവന്തി എന്നും കടക്കണ്ണുകൊണ്ടുള്ള നോട്ടത്തിന് വിജയാദൃഷ്ടി എന്നും പറയുന്നു. ആ ദൃഷ്ടിക്ക് ആകേകര എന്നും പേരുണ്ട്. ഈ 8 വിധം ദൃഷ്ടികളും എല്ലാ സ്ത്രീകൾക്കുമുള്ളതാകുമെന്ന് ഭഗവത്പാദർ പറയുന്നു. എന്നാൽ ഭഗവതിയുടെ വിഷയത്തിൽ കുറച്ച് വിശേഷമുണ്ട്. ദേവിയുടെ ദൃഷ്ടിക്ക് പ്രത്യേക ഒരു വിശേഷതയുണ്ട്. ദേവിയുടെ 8 വിധം ദൃഷ്ടികളും യഥാക്രമം സംക്ഷോഭണം, ആകർഷണം, ദ്രാവണം, ഉന്മാദനം, വശ്യം, ഉച്ചാടനം, വിദ്വേഷണം, മാരണം എന്നീ കർമ്മങ്ങൾക്ക് ഉപയുക്തങ്ങളായിത്തീരുന്നു. ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊന്നും നമ്മൾക്ക് അറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചെയ്യാൻ വേണ്ടി ഈ ഭഗവതിയുടെ ഓരോ ദൃഷ്ടി ഓരോ നഗരങ്ങളെ സൂചിപ്പിക്കുന്നെന്നും പറഞ്ഞല്ലോ. ഇത് നമ്മൾക്കതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ ദേവി ശക്തി സ്വരൂപിണിയെ ഉപാസിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇത്രമാത്രം അറിഞ്ഞാൽ മതി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.